മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങി എത്തുമ്പോൾ നമ്മൾ ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി എത്താം. നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും ചാലിയാർ പുഴയുടെ തീരത്തുമാണ് പരിശോധന നടക്കുന്നത്. 119 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, ദിവസങ്ങൾ ആയി തുടരുന്ന തെരച്ചിൽ ഇനിയും 119 പേർ കാണാമറയത്താണ്. അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ഒരു ആലോചന ഉള്ളത്? തെരച്ചിൽ ഏത് തരത്തിലാകും ഇന്ന് പുരോഗമിക്കുക? ആര്യ, 9 ആളുടെ DNA കൂടെ ലഭിച്ചതോടുകൂടിയാണ് ഇപ്പോൾ 119 പേരെ കാണാതായിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക വിവരം വരുന്നത്. അതായത് 119 ചുരുങ്ങിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 128 ആയിരുന്നു. അതിൽ 9 പേരുടെ കൂടി DNA ലഭിച്ചിട്ടുണ്ട്. കാരണം മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു. ഇതിൻ്റെ DNAയുടെ ഫലമാണ് വന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ കണക്ക്, ഔദ്യോഗിക കണക്കനുസരിച്ച് 119 പേരാണ്. അനൗദ്യോഗിക കണക്ക് അനുസരിച്ച് അതിൽ കൂടുതൽ വരാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാം, തോട്ടം മേഖലയിലെല്ലാം തന്നെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായൊരു കണക്ക് ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ വാർഡുകളിൽ, അതായത് ഈ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, പുഞ്ചിരിമട്ടം ഈ ഉൾപ്പെടുന്ന വാർഡുകളിലുള്ള ആളുകളുടെ വാർഡ് മെമ്പർമാരും പഞ്ചായത്തിലുമുള്ള ഒരു കണക്കനുസരിച്ച് മാത്രമുള്ള ഒരു വിവരമാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത് 119 എന്നുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ അവിടെ ആളുകൾ വന്ന് താമസിച്ചതും മറ്റ് കണക്കുകളൊന്നുമില്ല. കാരണം ബന്ധുവീട്ടിലേക്ക് വന്നവരെ കുറിച്ചെല്ലാം കൃത്യമായൊരു കണക്കില്ല. ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ഇപ്പോൾ ഈ തോട്ടം മേഖലയിൽ, കാരണം ഈ ഹാരിസൺ മലയാളമുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ AVT ആയിരുന്നു, ഇപ്പോൾ അത് നമ്മൾ ബോച്ചെ ടീ എന്ന പേരിലെടുത്തിട്ടുണ്ട്. അതിന് സമീപമായിട്ട് പൊടാർ പ്ലാന്റേഷനുണ്ട്. ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കൊണ്ട് ചുറ്റുഭാഗമുള്ള ഒരു സ്ഥലമാണ്, മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി വന്ന് താമസിക്കുന്നുണ്ട്. എസ്റ്റേറ്റ് ലയങ്ങളിലും മറ്റുമെല്ലാം തന്നെ അവർ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവരുടെ എല്ലാം തന്നെ കൃത്യമായൊരു കണക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, അതായത് ഈ ചൂരൽമല അങ്ങാടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില കടകളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇന്ന് തുടരും. ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്നും അവിടെ എല്ലാം തന്നെ ചെളിയും മറ്റും വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാറ്റുന്ന ഒരു പ്രവൃത്തിയുമായി അവർ മുന്നോട്ട് പോകും. അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മറ്റും നേതൃത്വത്തിൽ അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സജീവമാണ്. ഒപ്പം തന്നെ അവരെ എങ്ങോട്ട് മാറ്റും, അതായത് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിൽ ഇതുവരെയും എത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിലെ ജനവാസ യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരെ റീലൊക്കേറ്റ് ചെയ്യണം, മറ്റൊരു ടൗൺഷിപ്പ് അവർക്ക് ഏർപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെ സർക്കാർ പോകാനാണ് സാധ്യത. കാരണം ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ അപ്പോഴും ചൂരൽമല അങ്ങാടി നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും മുണ്ടക്കൈ ഭാഗത്തിന് പൂർണ്ണമായും മുണ്ടക്കൈ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒന്നും അവശേഷിക്കാത്തൊരു സ്ഥിതിവിശേഷമുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയൊരു ആളുകളെ താമസിപ്പിക്കുന്നത് ശരിയാവില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ എത്തിച്ചേരുക. പക്ഷേ ചൂരൽമലയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടലുണ്ടായ വെള്ളാർമല സ്കൂളിനോട് പരിസരത്തെല്ലാം തന്നെ ഇപ്പോഴും വീടുകൾ പലതും ചെറിയ കേടുപാടുകളെല്ലാം സംഭവിച്ചതുകൊണ്ട് അത് അവിടെ തന്നെ നിലനിർത്തണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും. ഒപ്പം തന്നെ നാളെ സംസ്ഥാന ബാങ്ക് സമിതി ചേരുന്നുണ്ട്. ഇവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആളുകളെ വാടക വീട് അന്വേഷിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നീങ്ങിയിട്ടുണ്ട്. 6000 രൂപ മാസവാടകയായി നൽകാമെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ യഥാസമയം തന്നെ അവിടെ ഈ വാടക വീടുകളിലേക്ക് മാറ്റാൻ എന്തായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇവരെ ഈ ക്യാമ്പുകളിൽ നിന്ന് അവർക്ക് ഒരു വീട് എന്നുള്ള ഒരു നിലയിലേക്ക് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുറച്ചു പേരെയെങ്കിലും ഇത്തരത്തിൽ വാടക വീട് കണ്ടെത്തി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്?
ആര്യ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ സന്നദ്ധ സംഘടനകളും മറ്റും നൽകുന്നുണ്ട്. പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ബെഡുകളും വീടുകളിലേക്ക് ആവശ്യമായ ബെഡുകളും മറ്റും സൗജന്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ടെക്സ്റ്റൈൽ രണ്ട് സ്ഥലങ്ങളിലായി കോൺഗ്രസ് ഒരു ടെക്സ്റ്റൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ടി സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലുള്ള അവിടെ തുണിത്തരങ്ങളെല്ലാം തന്നെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാം വാർത്ത വന്നതാണ്. കാരണം ഇത് തുടങ്ങി ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് മേപ്പാടിയിലെ ഫാമിലി ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ് പഴയൊരു ടെക്സ്റ്റൈലാണ് ഇത്. അതങ്ങനെ അവർ വിലയ്ക്ക് വാങ്ങിയതാണ് കോൺഗ്രസ്. അങ്ങനെ പിന്നെ അവിടേക്ക് വരുന്ന തുണികളും മറ്റും ബെഡുകളും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് സൗജന്യമായി നൽകുന്നുണ്ട്. ബെഡ്ഷീറ്റുകളും ബെഡുകളും എല്ലാം തന്നെ ആളുകൾക്ക് ഓരോ വാർഡുകൾ തിരിച്ചുകൊണ്ട് അത് പരിശോധിച്ച് ടോക്കൺ എടുത്ത ശേഷമാണ് വാർഡ് മെമ്പറാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ 2 സ്ഥലങ്ങളിലുണ്ട്. 2 സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ഇത് വിതരണം നടക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ പഴയ ഫർണിച്ചറുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പഴയ ഫർണിച്ചറുകൾ ഉൾപ്പെടെ വാങ്ങി നൽകുന്നതും സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ അതിൽ സജീവമായി ഉണ്ട്. എന്തായാലും കുറച്ചു പേരെങ്കിലും ക്യാമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനി അവർക്ക് 1-2 വർഷം ഒരു പക്ഷേ വാടക വീട്ടിൽ കഴിയേണ്ടി വരും. അതുവരെയുള്ള വാടക സർക്കാർ നൽകുമോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നമുക്കൊരു വ്യക്തതയില്ല. എങ്കിൽ പോലും സർക്കാർ ഇപ്പോൾ വാടക നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അതല്ലെങ്കിൽ മറ്റുള്ള സന്നദ്ധ സംഘടനകളും മറ്റും വാടക നൽകാനും തയ്യാറാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ടൗൺഷിപ്പ് ഇനിയിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ പോലും അവർക്കവിടെ വീടും മറ്റ് ടൗൺഷിപ്പും മറ്റ് സംവിധാനങ്ങളും ഒരുക്കണമെങ്കിൽ 1-2 വർഷം വേണ്ടി വരും. കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പുനരധിവാസമൊക്കെ ഒരുപാട് വൈകിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 1-2 വർഷം വാടക വീട്ടിൽ താമസിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ സർക്കാർ തന്നെ അതിനുള്ള വാടക നൽകും. പല ആളുകളും ഈ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇത്തരത്തിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. മേപ്പാടി പഞ്ചായത്തിന് തൊട്ടടുത്ത് മൂപ്പനാട് പഞ്ചായത്തുണ്ട്. മൂപ്പനാട് പഞ്ചായത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലും ഒപ്പം തന്നെ വൈത്തിരി ഭാഗങ്ങളിലേക്കും എല്ലാം തന്നെ ആളുകൾ ഇത്തരത്തിൽ പോകുന്നുണ്ട്. പ്രധാനമായും മേപ്പാടി മൂപ്പനാട് പഞ്ചായത്തുകളിലാണ് ആളുകൾ കൂടുതലുള്ളത്. മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സമീപ പ്രദേശങ്ങളിൽ അമ്പലവയൽ പഞ്ചായത്തുണ്ട്. ഈ അമ്പലവയൽ പഞ്ചായത്തിലേക്കും മറ്റും എല്ലാം തന്നെ ഇത്തരത്തിൽ ആളുകൾ വാടക വീട് അന്വേഷിക്കുന്നുണ്ട്. അതിന് സന്നദ്ധ സംഘടനകൾ തന്നെയാണ് മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുന്നത്. തീർച്ചയായും എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പിൽ നിന്ന് കുറച്ചധികം ആളുകളെയെങ്കിലും ഇതിനോടകം തന്നെ വാടക വീടുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അവർക്ക് സുനിശ്ചിതമായ ഒരു പാർപ്പിടം വേണം. അതിന് പുനരധിവാസം കൃത്യമായി നടക്കേണ്ടതുണ്ട്. എന്തായാലും അവരുടെ പുനരധിവാസത്തിനായി നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചകൾ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. ആ ഒരു ദുരന്തം അറിഞ്ഞ മൊമെന്റിൽ തൊട്ട് ആളുകളെല്ലാവരും ഒരു നാടൊന്നാകെ വയനാട്ടിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് സഹായവുമായി അവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇനി അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ആശ്വാസകരമായ വാർത്തയാണ്. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ, അതായത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയായി ആനപ്രേമികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത്. റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 13 വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനും ചുറ്റുമായി കറങ്ങുന്ന ഒരു സംഘം ആരാധകരുണ്ടായിരുന്നു. ശ്രീരാമജയം എന്ന പേരിലുണ്ടായിരുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള കൈകോർക്കലായി. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വടകര വിലങ്ങാട് നിന്നിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാം നശിച്ചു പോയി, പ്രളയം മറ്റേ ഉരുൾപൊട്ടലുണ്ടായിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാം നടക്കുന്ന ഒരാളുടെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ താൽക്കാലികമായിട്ടൊരു സഹായം ചെയ്തു. അവിടെ പോയിട്ട് കുറച്ച് ക്യാഷായിട്ടും കുറച്ച് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് നമ്മൾ അങ്ങനെ അസോസിയേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരാശയം വന്നതിന് ശേഷം അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ കൂട്ടായ്മ സമാഹരിച്ചു നൽകി. നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന 1,01,000 രൂപ. തീർച്ചയായും അത് ഗവൺമെന്റിന് വേണ്ടി ഏറ്റുവാങ്ങിയതായി അറിയിക്കും. രാമനെ ചങ്കും ചങ്കിടുപ്പുമായി കൊണ്ടു നടക്കുന്ന 400-ലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു ശ്രീരാമജയം രാമൻ ഫാൻസ്.
2019 ഇതുപോലെ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ അവർ സമാഹരിച്ചിട്ട്, അതായത് ഈ ഗ്രൂപ്പ് സമാഹരിച്ച ഒരു 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അന്ന് ആനയുടെ തന്നെ ലോറിയിൽ അന്ന് വയനാട് കൊണ്ടുപോയി എത്തിക്കുകയുണ്ടായി. അതിനുശേഷം പല കാര്യങ്ങൾക്കും, അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ശരി, ആനയെ സംബന്ധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങൾ തമ്മിൽ പൈസ സ്വരൂപിച്ച് തരുന്നതിനും എല്ലാതും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശ്രീരാമജയം ഗ്രൂപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിൽ തലയെടുപ്പോടെ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. നമ്മൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ അണമുറിയാതെ സഹായ പ്രവാഹം വരുന്നത് കാണുമ്പോഴും അതിൽ ഏറ്റവും നമ്മളെ കണ്ണു നിറയിക്കുന്ന കാഴ്ച എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ പല ആളുകളും ഉണ്ടല്ലോ കൃഷ്ണേന്ദു, അവരുടെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് അവർക്കുള്ളത് എന്താണോ അത് നൽകാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സ്വർണ്ണ പാദസരം നൽകിയ സിയ സാറയെ പരിചയപ്പെടാൻ പോവുകയാണ് നമ്മളിനി. ജന്മനാ ജനിതക പ്രശ്നങ്ങൾ നേരിടുന്ന സിയയുടെ ജീവിതത്തിന് ഒരിക്കൽ കൈത്താങ്ങായ മുഖ്യമന്ത്രിയോടുള്ള കടപ്പാട് കൂടിയാണ് സിയയും മാതാപിതാക്കളും അറിയിച്ചത്. പെരിന്തൽമണ്ണ സ്വദേശികളായ നിസാറും ജസീലയും മകളുടെ പാദസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് കൈമാറിയത്. CV അനുമോദന്റെ റിപ്പോർട്ട് കാണാം. വയനാടിന് വേണ്ടി മനുഷ്യത്വത്തിൻ്റെ വലിയ പ്രവാഹമാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി പലരും കയ്യിലുള്ളതെല്ലാം നൽകുകയാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം പുറത്തു വന്നു. ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബം വന്ന് ആ കുഞ്ഞിൻ്റെ പാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിൻ്റെ ഒരു ഫോട്ടോ. അതിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ പാദസരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത്. പെരിന്തൽമണ്ണ സ്വദേശി നിസാറും ജസീലയും അവരുടെ മകൾ സിയ സെഹ്റയും. സിയ സെഹ്റ ഒരു അനുഗ്രഹീതയായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സിയ സെഹ്റയുടെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്പർശം തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പാദസരം നൽകിയതിന് പിന്നിൽ. എന്താണ് ആ കഥ? കോവിഡ് കാലത്ത് മോളുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മിക്കി ട്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭക്ഷണവും മരുന്നും കറക്റ്റ് സമയത്ത് കൊടുക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ ആ സാധനം പൊട്ടി പുറത്ത് വന്ന് ആ പൊട്ടി പുറത്തു വന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളെ കറക്റ്റ് ഫിക്സിനുള്ള മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ ഫിക്സ് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ യാത്രാ നിരോധനം, കടകൾ അടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എറണാകുളം വരെ ഒന്ന് പോകാനുള്ളൊരു അനുമതി, അത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി, പക്ഷേ അവരുടെ ഒരു ഓഫീസ് എറണാകുളത്തുള്ളതെന്ന് അറിയുകയും അവിടേക്ക് പോകാൻ തീരുമാനിക്കുകയും പെർമിഷന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു. അപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് എന്നെ വിളിക്കുന്നത് ഒരു വലിയൊരു ഫയർഫോഴ്സിൻ്റെ ഓഫീസറാണ്. പുള്ളി പറഞ്ഞു കാര്യങ്ങൾ, ആ കടയുടെ ഡീറ്റെയിൽസും വാങ്ങി. പിന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല. പിന്നെ 2.25 മണിക്കൂർ സമയം എടുത്തുള്ളൂ. എൻ്റെ വീടിൻ്റെ മുമ്പത്ത് ഫയർഫോഴ്സ് ഒരു മിഷനായി അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ പെരിന്തൽമണ്ണയിലെ ഫയർഫോഴ്സ് ഓഫീസേഴ്സും എറണാകുളത്ത് നിന്ന് വന്ന വണ്ടി എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വരികയും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങളെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം കുറേ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇവളതായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവളുടെ കാലി കിടക്കുന്നത് കൊടുക്കുക. അതുണ്ടായത് അതിൻ്റെ സംഭവം. ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു സഹായമായിരുന്നു അന്ന് കിട്ടിയത്. തിരിച്ച് മോളുടെ ജീവിതത്തിന് കിട്ടിയൊരു സഹായം, മോളുടേതായ ഒരു സാധനം കൊടുത്തതൊന്നും മതിയാവില്ല, അങ്ങനെ കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ പറ്റിയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയോട് അതിൻ്റെ നന്ദി നേരിട്ട് അറിയിക്കുകയും ഇവളെ ഭാഗത്ത് കൊടുക്കുകയും ചെയ്തു. അതാണ് അങ്ങനെ ഉണ്ടായത്. അത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, മരുന്ന് കൊടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ 6 മണിക്കൂറിൻ്റെ അപ്പുറം സമയം എടുക്കും. എറണാകുളം പോകണം, തിരിച്ചു വരണം. പക്ഷേ ഇത് വൺ സൈഡ് അവരെടുത്ത് വന്ന് നല്ലൊരു മിഷനായിരുന്നു അത്. ഫയർഫോഴ്സിൻ്റെ ആദ്യമായിട്ടാണ് ഫയർഫോഴ്സ് മരുന്ന് കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ജീവിതത്തിൽ വലിയ അന്ന് വന്ന ഫയർഫോഴ്സ് ഓഫീസറോട് ഞാൻ നന്ദി പറയാം. അവരൊക്കെ എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളവരാണ്. ആലുവ ഓഫീസിൽ നിന്ന് ആരും ആണ്, കുറേ ആയില്ലേ സംഭവം കഴിഞ്ഞിട്ട്. പറയുമ്പോൾ നമ്മളിപ്പോൾ നാട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നമ്മളാൽ കഴിയുന്ന ചെറുതെങ്കിൽ ചെറുത് അല്ലേ, അങ്ങനെ ഒരു വലിയ സന്ദേശം. എന്തായാലും ചെറുതെങ്കിൽ ചെറുത്, എന്നെ സംബന്ധിച്ച് വലുതാണ്. മോളുടെ അല്ലേ, അപ്പോൾ ചെറുതായാലും വലുതായാലും ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കേണ്ട സമയമല്ലേ. അപ്പോൾ ഞങ്ങളാണ് നിന്നു. മോളുടെ പേര് തന്നെയാണ് കൊടുത്തത്. മുഖ്യമന്ത്രി അത് വാങ്ങുന്ന സമയത്ത് നമ്മളെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു എത്രയും ഇവിടുന്ന് ഉപ്പാനോട് പുതിയതൊന്ന് മേടിപ്പിക്കണം എന്നാണ്. മനസ്സിലാവും കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓൾക്ക് ബുദ്ധി നമ്മളെക്കാളും പവറാണ്.
കയ്യും കാലിനും മാത്രമേ ഇല്ലാത്തുള്ളൂ. ബുദ്ധി ഓളെ ബുദ്ധി കൈക്കും കാൽക്കും വന്നു കഴിഞ്ഞാൽ ഇവളെ മറികടക്കാനുള്ള തലച്ചോറൊന്നും ചിലപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത്ര ബ്രില്യൻ്റാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവള് ഒരു വയ്യാത്ത കുട്ടിയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കമ്പനിൻ്റെ ലോഗോ പോലും മൈ ഡോട്ടർ മൈ പ്രൈഡ് എന്നാണ്. എൻ്റെ ഭാഗ്യക്കുട്ടിയാണ്. വന്നതിന് ശേഷം ഞാൻ രക്ഷപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കുട്ടികളൊന്നും വീട്ടിൽ നിർത്താനുള്ളവരല്ല. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇവരുടെ ഇത് പഠിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ജനിക്കാൻ ആഗ്രഹിക്കും നമ്മളൊക്കെ. കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരെ വീട്ടിലടച്ചു വെക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാ ആളുകളും കുറേ ആളുകൾ എന്നോട് പറഞ്ഞു, നീ എന്തിനാ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത്? പക്ഷെ ഇവൾ യാത്രയിൽ ഇവൾ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഇവൾക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇങ്ങനെ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്നല്ലോ, അത് മോളുടെ പേരിൽ ചെയ്യാൻ കഴിഞ്ഞത് അതിലും സന്തോഷം. തീർച്ചയായും ഇത് പല തലങ്ങളാണ് ഈ ഒരു ദുരിതാശ്വാസ നിധി നൽകിയത്. നമ്മൾ കേവലം വാക്കുകൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു ഹൃദയബന്ധത്തിൻ്റെയും ഒരു കടപ്പാടിൻ്റെയും ഒക്കെ വലിയ ഒരു ചരിത്രമാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. അതിനെല്ലാം അപ്പുറത്ത് വയനാടിന് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവുക അല്ലെങ്കിൽ കഴിയുന്നത് നൽകുക എന്നൊരു വലിയ സന്ദേശവും ഇവർ നൽകുന്നുണ്ട്. എന്താണെങ്കിലും മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, News 18. എത്രത്തോളം നന്മയുള്ള ഒരു കാഴ്ചയാണല്ലേ നമ്മൾ കണ്ടത്. ആരെയിടയ്ക്ക് കേട്ടിട്ടുണ്ടാവും നിസാർ പറഞ്ഞത് മൈ ഡോട്ടർ മൈ പ്രൈഡ്. അപ്പോൾ ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു അഭിമാനവും അതുപോലെ അവർക്ക് ചെറുതാണെങ്കിലും ചെയ്യാൻ പറ്റിയതിന്റെ ആ ഒരു സന്തോഷവും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു എന്താണ് നമുക്ക് എല്ലാവർക്കും സന്തോഷവും ഇച്ചിരി ഒരു ദുഃഖവും തോന്നുന്ന ഒരു രീതിയിലാണെങ്കിൽ പോലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മലയാളികളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത്തരത്തിലൊരു ദുർഘട സമയത്ത് നമ്മളെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളതാണ്. എന്തായാലും നിസാറിനും ജസീലയ്ക്കും സിയമോൾക്കും എല്ലാവിധ ആശംസകളും നമ്മൾ ന്യൂസ് 18നും നേരുകയാണ്. നമ്മൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വം. ഗോവയിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിയാൽ മാത്രമേ ഇനി തിരച്ചിൽ പുനരാരംഭിക്കാനാകൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. അതേസമയം ഇതിനായി 1 കോടിയോളം രൂപയാണ് ചിലവ് വരുന്നത്. ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും രൂപ ചെലവഴിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും കർണാടക സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നുമാണ് ജില്ലാ കളക്ടർ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുന്നതിനായി നാളെ ബംഗളൂരുവിൽ ഉന്നതതല യോഗം ചേരും. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിക്കാനുള്ള നീക്കവും സജീവമായിട്ടുണ്ട്. നമുക്കറിയാം, ദേശീയ തലത്തിൽ അടക്കം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വലിയ പ്രതിഷേധം ഉയർത്തേണ്ട വിഷയം നമുക്കറിയാം, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം. ആ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ രാത്രിയും പ്രതിഷേധവുമായി 100 കണക്കിന് പേർ കൊൽക്കത്തയിൽ തെരുവിലിറങ്ങി. അതിനിടെ പ്രതിഷേധം ശക്തമായതോടെ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാൾ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ പ്രത്യേക വിശ്രമമുറി വേണം, ആശുപത്രികളിൽ സുരക്ഷാ പരിശോധനയും ബ്രത്ത് അനലൈസർ പരിശോധനയും നടത്തണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. കേസിലെ പ്രതി സഞ്ജയ് ഘോഷിനെ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയനാക്കും. രാഗേഷ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രാഗേഷ്, വലിയ പ്രതിഷേധം ഉയരുന്ന വിഷയമാണ്. ഇപ്പോൾ ദിവസങ്ങളായി രാജ്യമെമ്പാടും ഡോക്ടർമാരിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വേണ്ട സുരക്ഷ അത് നടപ്പാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഏത് തരത്തിലാണ് ഈ പദ്ധതി ആലോചിക്കുന്നത്? അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതി അതെങ്ങനെയാണ്? ആര്യ കൃഷ്ണന്തു, ഗുഡ് മോർണിംഗ്. ഏതായാലും ആർജിക്കർ ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നലെ രാജ്യവ്യാപകമായ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിലായിരുന്നു ആശുപത്രികൾ സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും കൊൽക്കത്തയിൽ ഇന്നലെ രാത്രിയും ആ പ്രതിഷേധം തുടരുകയാണുണ്ടായത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരത്തിലായിരുന്നു. യുവാക്കളടക്കമുള്ളവർ അവർക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങി. അപ്പോൾ വലിയ പ്രതിഷേധം ഇപ്പോഴും കൊൽക്കത്തയിൽ തുടരുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതായത് ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 7 ദിവസത്തേക്ക് അവിടെ ആൾക്കൂട്ടങ്ങൾ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയുടെ 163 പ്രകാരമാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ
ബംഗാൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊൽക്കത്ത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല ഓരോ 2 മണിക്കൂർ നേരത്തെയും തലസ്ഥിതി റിപ്പോർട്ട്, അവിടെ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പ്രതിഷേധം അടിച്ചമർത്തുന്ന നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ സംഭവം, ഈ പ്രതിഷേധങ്ങൾ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ബംഗാൾ സർക്കാർ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സുരക്ഷ, വനിതകളുടെ സുരക്ഷ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ഒപ്പം തന്നെ നഴ്സുമാർക്കുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, വനിതാ വളണ്ടിയർമാരെ രാത്രികാലങ്ങളിൽ ആശുപത്രിയിൽ നിയോഗിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ആശുപത്രികളും പരിസര പ്രദേശങ്ങളും അതിൻ്റെ സേഫ് സോണുകൾ ഏത് എന്ന് നിശ്ചയിക്കണം. ആ മേഖല പൂർണ്ണമായും CCTV സ്ഥാപിക്കണം എന്ന നിർദ്ദേശമാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാമതായി, പ്രത്യേക മൊബൈൽ ആപ്പുകൾ ഇതിനായി സജ്ജമാക്കണം. മാത്രമല്ല അതിൽ സൈറൺ അടക്കമുള്ള സംവിധാനങ്ങൾ വേണം. ഇത് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കണം എന്നാണ് മറ്റൊരു നിർദ്ദേശമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ആശുപത്രിയിൽ പലതരത്തിലുള്ള ആളുകൾ വന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം ആശുപത്രിയിൽ ശക്തമാക്കണം. ഒപ്പം ബ്രത്ത് അനലൈസർ പരിശോധന ആശുപത്രികൾ വേണം എന്ന നിർദ്ദേശമാണിപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് പുറമെ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളും പാലിക്കാൻ തയ്യാറാകണം എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നൈറ്റ് പട്രോളിംഗ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആശുപത്രികൾ ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത്തരത്തിൽ പോലീസിൻ്റെ ഒരു ഇടപെടലും കാര്യക്ഷമമായി ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംഭവം മമതാ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ കേസിലെ പ്രതിയെ ഇപ്പോൾ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ CBI സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനായി ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ പരിശോധനയ്ക്കായി ഉടൻ കൊൽക്കത്തയിൽ എത്തും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയിൽ അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ CBI ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതായാലും പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ കഴിഞ്ഞ 2 ദിവസവും ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ഏറ്റവും പ്രധാനമായി ചോദിച്ചറിയാൻ ശ്രമിച്ചത് ഈ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിലെ വീക്ക്ലി റോസ്റ്റർ വേണമെന്നൊരു ആവശ്യം CBI സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും CBIയുടെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വേദിയാവുകയാണ് കൊൽക്കത്തയിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. രാഗേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഗേഷ്, അതുപോലെ തന്നെ കേന്ദ്രം ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇനി എങ്ങനെയായിരിക്കും സംഗതികളുടെ ഒരു പുരോഗമനം ഉണ്ടാവാൻ പോകുന്നത്? അതായത് പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ടോ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ ഈ പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, മമതാ ബാനർജി രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും ഒരു സക്സസിലേക്ക് പോകുന്നത്? ഈ കേസിൽ ഒന്നിലധികം പ്രതികളുണ്ട് എന്ന് ആദ്യം മുതൽ കുടുംബം ഉന്നയിക്കുന്ന കാര്യമാണ്. ആ നിലപാടിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും CBI സംഘം ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി CBI സംഘം കൊൽക്കത്തയിലുണ്ട്. കാരണം പോലീസ് അന്വേഷണത്തെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പോലീസ് അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു, കാര്യക്ഷമമല്ല എന്ന ആരോപണം ആദ്യം മുതൽ തന്നെ ഉണ്ട്. തുടർന്നാണ് CBIക്ക് ഈ കേസ് ഹൈക്കോടതി തന്നെ കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും CBI സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. അതായത് പ്രിൻസിപ്പൽ അടക്കമുള്ളവരെയാണ് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തു. ഒരുപക്ഷെ ഇന്നും പ്രിൻസിപ്പലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കൂടുതൽ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഏതായാലും CBI കടക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും CBI സംഘം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിലും കൊൽക്കത്തയിൽ തന്നെ തുടരും എന്നാണ് അവർ അറിയിച്ചുള്ളത്. കാരണം ഈ ആശുപത്രിയിലെ മറ്റു കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യലിലേക്ക്, അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊൽക്കത്തയിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ CBI സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും IMA ഇന്നലെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിക്ക് തന്നെ അവർ കത്തെഴുതി. അതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്,
രാജ്യത്ത് പല രീതിയിലുള്ള സുരക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളുടെ മാതൃകയിൽ ആശുപത്രിയിൽ സുരക്ഷ വേണം എന്നൊരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരമൊരു ആശുപത്രികളുടെ സുരക്ഷ ഉറപ്പാക്കും, അതിനായി നിയമം കൊണ്ടുവരുമെന്ന് ഒക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് വാഗ്ദാനം മാത്രമായി ഒതുങ്ങി എന്നാണ് പ്രധാന പരാതിയായി ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. അപ്പോൾ വിമാനത്താവളങ്ങളുടെ അടക്കമുള്ള സുരക്ഷയ്ക്ക് സമാനമായ രീതിയിലുള്ള സുരക്ഷ ഡോക്ടർമാർക്കും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും വേണം. കാരണം കൊൽക്കത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല ഇത്, പല രീതിയിൽ പല സ്ഥലങ്ങളിൽ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു സുരക്ഷ ഉറക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. സമാനമായ രീതിയിൽ ഇന്നും അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഈ ആശുപത്രി പരിസരം വേദിയാകും, കൊൽക്കത്ത നഗരവും വേദിയാകും. തീർച്ചയായും ഈ രാകേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. അപ്പോൾ മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങി എത്തുമ്പോൾ ഇനി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത് അല്ലേ കൃഷ്ണേന്ദു? കോട്ടയത്തെ ഏറ്റവും തിരക്കുള്ള ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കോട്ടയത്തെ ഒരാളിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് പലരും. ദിവസങ്ങളാണ് പലർക്കും കാത്തിരിക്കേണ്ടി വരുന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ഈ കോട്ടയംകാരനെ തിരക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. അപ്പോൾ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ മനുഷ്യനൊപ്പമാണുള്ളത്. എന്നൊപ്പം ഉണ്ട്, വള്ളം തുഴഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുണ്ട് അനിലേട്ടൻ, കൊല്ലാട്. അനിലേട്ടാ, ഒരു ഡേറ്റ് കിട്ടാൻ വലിയ പാടാണല്ലോ. ഇപ്പം ഭയങ്കര തിരക്കാ. കാരണം ഞാനൊരു അപകടമില്ലാത്ത വഞ്ചി സവാരിയുടെ സാരഥി എന്നാണ് മീഡിയാസ് എനിക്ക് തിലവുകുറിയായി ചാർജ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ, അതായത് ഈ ഗൾഫിൽ നിന്നുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നും. രാവിലെ വന്നവര് നമ്മള് ദുബായിലുള്ളവരാ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ നിന്ന് സായിപ്പും മദാമയും ഒക്കെ വരാറുണ്ട്. എന്റെ സുഹൃത്തുക്കളോട് പലരോടും ഞാൻ പറയാറുണ്ട് ഇത് സഹായിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാൻ. പക്ഷെ അപകടരഹിതമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ 5 വർഷമായിട്ട് ഇത് ചെയ്ത് വളരെ ഒരു സർവീസ് എന്ന് വേണ പറയാം. ഇതിനകത്ത് എനിക്ക് സർവീസ് ആയി കഴിഞ്ഞ്. കുറച്ച് നമുക്ക് അങ്ങോട്ട് പോയാലോ? പോകാം. ഈ ആളുകള് മിക്കവാറും ഫോട്ടോഷൂട്ടല്ലേ ഏട്ടാ കൂടുതൽ? ഇവിടെ കൂടുതലായിട്ട് മോഡലിന്റെ, വെഡിങ്ങിന്റെ, സേവ് ദ ഡേറ്റ്, സീരിയൽ നടന്മാര്, സിനിമാ നടിമാര്, അങ്ങനെയുള്ളവരെ ഇവിടെ കൂടുതലായിട്ടും വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നത്. കാരണം ബുക്ക് ചെയ്യണം എന്നുള്ളതാണ്. ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് മാത്രമേ ഇവിടെ നല്ല ഫോട്ടോസ് ക്യാമറയിൽ കിട്ടുള്ളൂ. വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഭംഗിയേ ഉള്ളൂ. അത് തന്നെയുമല്ല, ഇത് കാണണമെങ്കിൽ 6 മണി തൊട്ട് 9:30 വരെയുള്ള സമയത്ത് മാത്രമേ നമുക്കിത് കാണാൻ കഴിയത്തുള്ളൂ. പോസൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണോ? ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ വർഷം തന്നെ ഒരു 293ാമത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് വന്നിരിക്കുന്നത്. അവർക്കൊക്കെ എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ഒരാൾക്ക് അവരുടെ പോസ് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ഇവരുടെ എല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുപ്പിക്കാൻ നിന്ന് ആ 293 പേരുടെയും പോസ് എനിക്കറിയാം. ഇതിപ്പോ ഒരു ഗ്രാമീണ ടൂറിസം എന്നുള്ള നിലയിൽ ഒരു വരുമാനം എന്നുള്ളതുണ്ടോ ഇതിൽ? എങ്ങനെയാണ് അതിന്റെ വരുമാനം എന്ന് പറയാൻ? അങ്ങനെ ഞാൻ ഒരു അമിതമായ തുകയൊന്നും മേടിക്കാറില്ല. ഇവിടെ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ തരും, അതനുസരിച്ച് ഞാൻ അമിതമല്ലാത്ത രീതിയിൽ മേടിക്കും. പിന്നെ കാണുന്നവർക്ക് അവരൊരു തുക നമുക്ക് തരും. പൈസ വേണ്ട, നിങ്ങൾ ഫ്രീ ആയിട്ട് കയറി കണ്ടു എന്നും പറഞ്ഞും കാണിക്കുന്ന സ്ഥിതിയുണ്ട്. അല്ലേട്ടാ, അപ്പോൾ നമ്മളൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്താണ് അല്ലേണ്ട ഒരു സന്തോഷം ഇതിൽ? ഇത് എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 5 വർഷക്കാലം കൊണ്ട് 10,000-കണക്കിന് ആൾക്കാരുടെ കൺകുളിർക്കെ കാണിപ്പിച്ച്, അവർക്ക് കണ്ണിന് കുളിർമ മാത്രമല്ല, ഇത് കണ്ടേച്ച് പോകുമ്പോൾ മനസ്സിന് ആനന്ദം കൂടിയാണ്. എന്നിട്ട് ഇതൊരു ഓണം വരെയുണ്ടോ? ഇപ്പോൾ ഒരു 2 മാസമായി തുടങ്ങിയിട്ട്. സെപ്റ്റംബർ വരെ
ഉണ്ട്. ആളുകൾക്ക് വരാം. സെപ്റ്റംബർ വരെ വരാം. അപ്പോൾ അനിലേട്ടൻ ഒരു സുരക്ഷിതമായ യാത്രയാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മളും അങ്ങനെ സുരക്ഷിതമായ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെപ്റ്റംബർ വരെ സമയമുണ്ട്, ആർക്ക് വേണേൽ വരാം. കോട്ടയം നഗരത്തിന് തൊട്ടടുത്താണ്, ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന സ്ഥലം തന്നെയാണ്. കൊല്ലാടാണ് ഇതുള്ളത്. എന്തായാലും കോട്ടയത്ത് നിന്ന് ഉള്ള ഈ മനോഹര കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18. അപ്പോൾ അനിലേട്ടനാണ് കോട്ടയത്തെ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള ആള്. എല്ലാ ആളുകളെയും ആ ഒരു മനോഹര കാഴ്ച കൊണ്ട് നടന്ന് കാണിക്കുന്ന അനിലേട്ടനാണ്. അനിലേട്ടൻ പറയുകയും ചെയ്തു, അതായത് 290 പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ പോസ് പോലും ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ എനിക്കിപ്പോൾ ട്രെയിൻ ചെയ്ത് വരുന്ന ആളുകളെ അത്തരത്തിൽ പോസ് ചെയ്യിപ്പിക്കാൻ പോലും എനിക്ക് അറിയാം എന്നുള്ളത് സന്തോഷമാണിത്. പൈസയ്ക്ക് വേണ്ടിയല്ല, പുള്ളിയുടെ ഒരു പേഴ്സണൽ സന്തോഷത്തിന്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനിടയിൽ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകൾ, നല്ല പ്രകൃതിയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ആളുകൾ വളരെ കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. പക്ഷെ അവിടേക്ക് ഇരച്ചെത്തുമ്പോൾ പല ആളുകളും അത് നമ്മുടെ പ്രകൃതിയാണ്, ആ ഒരു കാഴ്ച ഇനിയും നിലനിർത്തണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വെക്കാറേയില്ല. നേരത്തെ കോട്ടയം മലരിക്കൽ ഇതുപോലെ ആമ്പൽപ്പൂ പാടം ഉണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ആളുകൾ അവിടേക്ക് ഇരച്ചെത്തി ആ ആമ്പൽപ്പൂവും പാടവും ഒക്കെ നശിപ്പിച്ചു എന്നുള്ളത്. പാലക്കാട് കൊല്ലങ്കോട് നമ്മൾ കണ്ടതാണ്. മനോഹരമായ പാടമൊക്കെ പ്ലാസ്റ്റിക് ചവറുകളൊക്കെ കൊണ്ടിട്ട് ആളുകൾ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഒന്നും ചെയ്യാതെ നമുക്ക് പ്രകൃതിയെ കൂടി സംരക്ഷിച്ചുകൊണ്ട് ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കൂടി ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ചയായിട്ട് ഇനി ഗുരുവായൂരിലേക്ക് പോവുകയാണല്ലേ? ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നിരിക്കുന്നു. രാവിലെ 6:18 7:45 ഇടയിലായിരുന്നു മുഹൂർത്തം. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറായതിനാൽ നിരവധി വിവാഹങ്ങളും ഭക്തജന തിരക്കും അനുഭവപ്പെട്ടു. വിവരങ്ങളുമായി രാജു ഗുരുവായൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. രാജു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ആര്യ ആൻഡ് കൃഷ്ണന്ദു. പുണ്യപുരാതനമായ കാലം മുതൽ നാടിനും വീടിനും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാൻ ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇല്ലനിറ. ഇന്ന് രാവിലെ 6:18 7:54 ഇടയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കിഴക്കേ ഗോപുരനടയിൽ ദീപസ്തംഭത്തിന് താഴെ ശുദ്ധീകരിച്ച തറയിൽ നാക്കിലകൾ നിരത്തി അരിമാവണിഞ്ഞ് പാരമ്പര്യ അവകാശ കുടുംബങ്ങൾ കതിർക്കറ്റകൾ ശിരസിലേറ്റി കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക. പിന്നീട് ശംഖ് വിളിച്ച് തീർത്ഥം തെളിച്ച് നിറയോ നിറ എന്ന മന്ത്രവുമായി കീഴ്ശാന്തിമാർ കതിർക്കറ്റകൾ ശിരസിലേറ്റി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചും നമസ്കാര മണ്ഡപത്തിലായിരുന്നു ഇത്രയും കാലം പൂജിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി കൊടിമരത്തിന്റെ ചുവട്ടിലാണ് പൂജ നടക്കുക എന്ന് ദേവസ്വം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചേനാസ് മനയിലെ, അതായത് തന്ത്രി കുടുംബമാണ് ചേനാസ് മന, ചേനാസ് മനയിലെ ചില കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. ഇതേ തുടർന്ന് കൊടിമരച്ചുവട്ടിൽ തന്നെ കതിർക്കറ്റകൾ പൂജിക്കാനുള്ള കളമൊരുങ്ങുകയായിരുന്നു. ഇതോടെ മഹാലക്ഷ്മി പൂജ ഭക്തർക്ക് കാണാനും കാത്തു നിന്നുള്ള കാലതാമസം ഒഴിവാക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് അധികൃതർ വിലയിരുത്തുന്നത്. പൂജിച്ച കതിർക്കറ്റുകൾ പിന്നീട് ഭക്തർക്കും സ്ഥാപനങ്ങൾക്കും പ്രസാദമായി നൽകും. ഇത് അടുത്ത വർഷം വരെ സൂക്ഷിച്ചാൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഇല്ലനിറയുടെ തുടർച്ചയായി ഈ മാസം 28-ന് തൃപ്പുത്തരി നടക്കും. പുന്നെല്ലിന്റെ പായസവും അപ്പവും ഗുരുവായൂരപ്പനെ നിവേദിക്കുന്ന ചടങ്ങാണിത്. ഇതും ഭക്തർക്ക് അന്നേ ദിവസം തന്നെ പ്രസാദമായി വിതരണം നടത്തും. കൂടാതെ ചിങ്ങമാസത്തിലെ ആദ്യ ഞായർ ദിവസമായതിനാൽ ക്ഷേത്രത്തിൽ നിരവധി വിവാഹങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കാനായി പോലീസും ദേവസ്വം സെക്യൂരിറ്റി വിഭാഗവും എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ആര്യ, രാജു, വലിയ തിരക്കാണല്ലേ അവിടെ? എത്ര മണിക്കൂർ ഒന്ന് ക്യൂ നിന്നാലാണ് ദർശനം കിട്ടുക ഇന്ന്? തീർച്ചയായും ഇന്ന് അതീവ തിരക്കും അതുപോലെ തന്നെ നിരവധി വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പല മുന്നൊരുക്കങ്ങളും ദേവസ്വം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇല്ലനിറയും കൂടെ ഒരുമിച്ച് വന്നതോടുകൂടെ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ, തീർച്ചയായും രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇല്ലനിറ ചടങ്ങ് ഗുരുവായൂരിൽ നടന്നിരിക്കുകയാണ്. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്നുകൂടി രാജു പറയുന്നു. ഇനി നമുക്ക് ശബരിമലയിലേക്ക് പോകാം അല്ലേ? ശബരിമലയിലെ ഭസ്മക്കുളം പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനായുള്ള സ്ഥാനനിർണയം രാവിലെ 7:30 നടന്നു. വാസ്തുശാസ്ത്ര വിജ്ഞാന കേന്ദ്രത്തിന്റെ അധ്യക്ഷൻ കെ മുരളീധരനാണ് സ്ഥാനനിർണയം നടത്തുക.
ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പുതിയ ഭസ്മക്കുളത്തിനായുള്ള തറക്കല്ലിടൽ നടക്കും. തന്ത്രി ഖണ്ഡരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് തറക്കല്ലിടൽ നിർവഹിക്കുക. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവം വഴിതിരിയുന്നതായി സൂചന. ആരോപണ വിധേയനായ ബാങ്കിലെ മുൻ മാനേജർ മധജയകുമാർ താൻ ഒളിവിലല്ലെന്നും അവധിയിലാണെന്നും വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്നും സോണൽ മാനേജർ അടക്കമുള്ളവർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന സംശയമുണ്ടെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മാനേജറായിരുന്ന തമിഴ്നാട് സ്വദേശി മധജയകുമാർ തട്ടിയെടുത്തെന്നായിരുന്നു ആരോപണം. എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നാണ് മധജയകുമാർ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. ചെയ്യാത്ത തെറ്റിന് നായയെപ്പോലെ അലയുകയാണെന്ന് സന്ദേശത്തിൽ പറയുന്നു. പിതാവിന് സുഖമില്ലാത്തതുമൂലമാണ് അവധിയെടുത്തത്. ഇത് സംബന്ധിച്ച് ഒഫീഷ്യലായി മെയിൽ ചെയ്തിരുന്നു. സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിൽ സ്വർണം പണയം വെച്ചത്. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു ഇത്. 1 വർഷം മുമ്പ് സോണൽ മാനേജറാണ് ഇവരെ പറഞ്ഞുവിടുന്നത്. എല്ലാ ബ്രാഞ്ചുകൾക്കും ഈ നിർദ്ദേശം നൽകിയിരുന്നു. 8% പലിശയ്ക്ക് അഗ്രികൾച്ചറൽ ലോണായാണ് പണയം. എൻ്റെ പേരിലാണ് ആ ഗോൾഡ് ലോണിൻ്റെ പലി മൊത്തം ഉള്ളത്. ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. ആക്ച്വലി അവർ പറയരുത് ഞാൻ 1 മാസം അബ്സ്കോണ്ടിങ് അങ്ങനെ. പക്ഷേ ഞാൻ ലീവ് എടുത്തിട്ടാണ് ഞാൻ വടകരയിൽ നിന്ന് പോയത്. ലീവ് എടുത്തിൻ്റെ കാരണം എൻ്റെ അച്ഛനക്ക് സുഖമില്ല, പിന്നെ എനിക്ക് സുഖമില്ല, പിന്നെ എനിക്ക് ഡെങ്കു ഫീവർ വന്നു. അതിൻ്റെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഞാൻ ഓവർ ലീവും ഞാൻ അഫീഷ്യലായിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ 1 മാസം എവിടെയും അബ്സെൻ്റ് ആയിട്ടില്ല. അതുമാത്രമല്ല ഞാൻ 5-ാം തീയതി ലീവ് എടുത്ത് പോയത്. ലീവ് എടുത്ത ശേഷം അത്ര ഹരിപരിയായിട്ട് ഞാൻ അവിടെ നിന്ന് റിലീവേ ആയിട്ടില്ല. ഞാൻ ചെയ്യാതെ തെറ്റിക്ക് ഞാൻ നായ പോലെ ഇങ്ങനെ അളയി വയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, വടകരയിലുള്ള എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം ഞാൻ എത്ര ഒരു പെർഫോമൻസ് ചെയ്ത മാനേജറിന്. എൻ്റെ ലൈഫ് സേവ് ചെയ്യണം പ്ലീസ്. ഈ ഗ്രൂപ്പിന്റെ സ്വർണം ആദ്യം പണയം വെച്ചത് മലപ്പുറം ബ്രാഞ്ചിലാണ്. മഞ്ചേരി, വടകര, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, താമരശ്ശേരി ബ്രാഞ്ചുകളിലും ഇവർക്ക് ഗോൾഡ് ലോൺ ഉണ്ട്. എന്നാൽ ബാങ്ക് നിയമപ്രകാരം ഇവർക്ക് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കാൻ പാടില്ല. സോണൽ മാനേജർക്കും നിലവിലെ ബ്രാഞ്ച് മാനേജർക്കുമെതിരെ മധജയകുമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം 17 കോടി രൂപയുടെ 26 കിലോ സ്വർണം തിരിമറി നടത്തിയെന്ന കേസിൽ വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വീഡിയോ സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. ന്യൂസ് 18 വടകര. ഓണാഘോഷത്തോടനുബന്ധിച്ച് മൈജി സംഘടിപ്പിക്കുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ 2-ന്റെ ആദ്യ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. ഒരു കാർ, 5 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, 2 സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ തുടങ്ങിയ ലക്കി ഡ്രോ വിജയികളെയാണ് തെരഞ്ഞെടുത്തത്. ആദ്യ ദിവസത്തെ ലക്ഷാധിപതിയെയും പ്രഖ്യാപിച്ചു. 15 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് മൈജി നൽകുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് ക്യാമ്പയിൻ. 5 സ്റ്റാർ റിസോർട്ടുകളിലേക്ക് മൈജി വക ഒരു ട്രിപ്പ് അടിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൈജി നൽകുന്ന ആർക്കാണ് കിട്ടിയിട്ടാണ് ഈ സംഭവം നടത്തുന്നത്. ട്രാൻസ്പെറൻസി, അതായത് ഇപ്പൊ നമ്മുടെ ഗീവയിലായപ്പോൾ നമ്മുടെ ഗീവയിൽ ഒരുപാട് കപ്പലിൽ നിന്ന് കാണാതായ മകനെ കണ്ടെത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു. ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ചരക്കു കപ്പലിലെ ട്രെയിനിയായ മകൻ വിഷ്ണുവിനെ യാത്രക്കിടെ കാണാതായത് ജൂലൈ 17-നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരു നടപടിയും എങ്ങു നിന്നും ഉണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് കുടുംബം. ഷിരൂരിൽ നിന്ന് കാണാതായ അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അർജുന്റെ കുടുംബത്തോടൊപ്പം നിന്നു. എന്നാൽ സമാന സാഹചര്യത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും കുടുംബവും ആലപ്പുഴയിലുണ്ട്. നമ്മളോടൊപ്പം അവർ ചേരുകയാണ്. കഴിഞ്ഞ 17-ന് മലാക്ക സ്റ്റേറ്റിൽ വെച്ച് കാണാതായ കപ്പലിൽ നിന്ന് കാണാതായ വിഷ്ണുവിൻ്റെ അച്ഛൻ ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ കുടുംബം വലിയ വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി കിട്ടേണ്ട ഒരു പരിഗണനയും അവർക്ക് കിട്ടിയില്ല എന്ന് അവർ കണ്ണീരോടെ നമ്മളോട് പറയുകയാണ്. ആ സാഹചര്യങ്ങളൊന്ന് കേൾക്കാം. ഒന്ന് വിശദീകരിക്കാമോ ആ സംഭവത്തെക്കുറിച്ച്? എൻ്റെ മകന് കപ്പലിൽ നിന്ന് കാണാതായിട്ട് ഇന്നേക്ക്
31 ദിവസമായി, ഒരു മാസം പിന്നിട്ടു. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് വൈകിട്ട് 9:45 വരെ എന്നെയും അമ്മയെയും അവൻ മാറി മാറി വിളിച്ചതിന് ശേഷമാണ് അവനെ കാണാനില്ല എന്നുള്ള നിലയിൽ കപ്പലധികാരികൾ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറയുന്നത്. രാവിലെ 8 മണിക്ക് 18-ാം തീയതി രാവിലെ 8 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് ഹാജരായില്ല എന്നും അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല എന്നും അവനെ കണ്ടെത്താനുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണെന്നും ഉള്ള വളരെ ഞെട്ടിക്കുന്ന വേദനാജനകമായ ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് കേട്ടത്. ഈ സ്ഥലം ഒന്ന് പറയാമോ? എവിടെ, ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാം. ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും അതിർത്തിയിലുള്ള മലാക്ക എന്ന് പറയുന്ന സ്ട്രേറ്റിൽ വെച്ചാണ്, മലാക്ക സ്റ്റേറ്റിൽ വെച്ചാണ് ഇവൻ കടലിൽ പതിച്ചത് എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ, കപ്പൽ അധികാരികൾ ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? കപ്പലിലെ ജീവനക്കാർ നിങ്ങളെ ബന്ധപ്പെട്ട് പറയുമ്പോൾ വിഷ്ണുവിനെ ഏറ്റവും ഒടുവിലായി കണ്ടത് എപ്പോഴാണെന്നാണ് പറയുന്നത്? അതിനൊക്കെ ഒന്ന് പറയൂ. 17-ാം തീയതി 9:45 ശേഷം അവനെ കാണാനില്ല എന്നുള്ള നിലയിലാണ് കപ്പൽ അധികാരികൾ, കപ്പൽ ജീവനക്കാരും ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ 9:45 വരെ അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് എന്നോടും അതിനുശേഷം അമ്മയോടും സംസാരിച്ചത്. അവൻ മിക്കവാറും അവൻ്റെ വികാരങ്ങളൊക്കെ, അവൻ്റെ സങ്കല്പങ്ങളൊക്കെ, പ്രതീക്ഷകളൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. അന്നും അവൻ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു 8 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരും, വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് എങ്ങനെയാണ് ഇവൻ മിസ്സാകുന്നത് എന്നുള്ളത് അവിശ്വസനീയമായിട്ടാണ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം 8 മണിക്കാണ് അവനെ കാണാനില്ല എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കപ്പലധികാരികൾ പോലും പറയുന്നില്ല. മിസ്സിംഗ് ആണെന്ന് മാത്രമാണ് അവർ പറയുന്നത്. രണ്ട് രാജ്യത്തിന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടെയും പരിമിതികളുണ്ടായല്ലേ? അവിടെ പരിമിതികളുണ്ടായി. ഇപ്പോൾ കപ്പലിൻ്റെ ഓണർഷിപ്പുള്ള കക്ഷി ഈ 2 രാജ്യങ്ങളിലും പരാതി കൊടുക്കുകയുണ്ടായി. ഞങ്ങളുടെ കപ്പലിൽ നിന്ന് വിഷ്ണു ബാബു എന്ന് പറയുന്ന സെയിലറെ കാണാതായിരിക്കുന്നു, അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തിട്ട് 2 രാജ്യക്കാരും അത് പരാതി പോലും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്കങ്ങനെയാണ്. ഒരു മാസമായി നിങ്ങൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി, കേരള സർക്കാരിന് പരാതി നൽകി. എന്തായിരുന്നു നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? കളക്ടർക്കാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. അന്നേ ദിവസം തന്നെ SP-ക്കും തുടർന്ന് മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ നിന്നും, അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇതുവരെ ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഈ കുടുംബത്തെ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഒരു ഫോൺ കോൾ പോലും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, കളക്ടറേറ്റിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ടില്ല എന്നുള്ളത് വല്ലാത്ത സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, വേദനയാണ് ഉണ്ടാക്കുന്നത്. ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് അന്വേഷണം നടന്നിട്ടേ ഇല്ലെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ രേഖാമൂലമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, ഇത് സംബന്ധിച്ച് നിങ്ങളോട് തേടാൻ ആരും വന്നിട്ടില്ലല്ലോ അല്ലേ? ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചെന്ന് പോലും തിരക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഷിപ്പിംഗ് ഡയറക്ടർക്കും പരാതി കൊടുത്തിരുന്നു. അവിടുന്നും ഒരു ഫോൺ കോളോ ഒരറിയിപ്പോ എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലൊരു പൗരനെ നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തത്തോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗൗരവവും എൻ്റെ മകൻ്റെ മിസ്സിങ്ങിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആരും തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഞങ്ങൾക്ക് സഹായകരമായ ചേർത്ത് പിടിക്കുന്നൊരു മനോഭാവം കേരളത്തിലെ പ്രതിപക്ഷം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ആരും തന്നെ, ഭരണ പ്രതിപക്ഷങ്ങൾ 2 കൂട്ടരും ഞങ്ങൾക്ക് സഹായകരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടി സ്മരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഷിരൂരിലെ അർജുനായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഘട്ടത്തിൽ അത് കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ പോയിരുന്നു എന്നും പറയുന്നുണ്ട് അല്ലെ? അത്തരത്തിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. അതെ, 2-3 ദിവസത്തേക്ക് ഞാൻ വളരെ മാനസികമായി ഡൗൺ ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ വാർത്തകൾ വെക്കുമ്പോഴത്തേക്ക് അർജുനൻ്റെ തിരച്ചിലിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അർജുനെ കിട്ടണേ, കാരണം
ഒരു പിതാവിൻ്റെ വേദന, മകൻ നഷ്ടപ്പെട്ടതിലുള്ള, മകനെ കാണാത്തതിലുള്ള വേദന വളരെയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ അധികാരികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും അർജുനൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ ഒരു വിഷമവും എനിക്കില്ല. പക്ഷേ എന്നെ, എൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ, ഒരു സാന്ത്വന വാക്ക് പറയാൻ പോലും, ഒന്ന് അന്വേഷിക്കാൻ പോലും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ പ്രതിപക്ഷമോ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ഒരു പ്ലാൻ? നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ എങ്ങനെ തുടരാനാണ്? അധികാരികളിലെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു, നിങ്ങളുടെ അവകാശമാണ്, മകൻ്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു കുടുംബത്തിൻ്റെ, മാതാപിതാക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇനി അവസാനം ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഹൈക്കോടതിയിൽ നിന്നേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി തിങ്കളാഴ്ച സമർപ്പിക്കുകയാണ്. അതിലൂടെ ഈ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും നീതി കിട്ടും എന്നുള്ള വിശ്വാസമാണ്. ഇനിയെങ്കിലും അവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത് തീർത്തും ന്യായം തന്നെയാണ്. കാരണം തൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ പിതാവിനുണ്ട്. അത് അത്തരത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നെങ്കിലും ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്താനായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കളക്ടറേറ്റിൽ പരാതി നൽകി, കളക്ടറേറ്റ് മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക്, കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു സർക്കാർ ഓഫീസിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളത് ആണ് വസ്തുത. അതിനെതിരെ കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി വളരെ കുറഞ്ഞ സമയം മാത്രമേ ആയുള്ളൂ വിഷ്ണു ജോലിയിലേക്ക് കടന്നിട്ട്. ഈ കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആണ്, ഒരു മകനാണ്. ആ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അറിയേണ്ട അവകാശം ഈ അമ്മയ്ക്കും അച്ഛനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിൽ കോടതി വഴിയെങ്കിലും അത് നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാം. കടുത്ത പ്രതിഷേധം ഈ കുടുംബത്തിന് ഉണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കോടതി വഴിയെ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ് ആ കുടുംബം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോടതി മുഖേന നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പോകുന്നത് ഒരു സന്തോഷമുള്ള, ന്യൂസ് 18 ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയിലേക്കാണ്. ദ ന്യൂ ഇന്ത്യൻ ടൈംസ് സൗത്ത് ഇന്ത്യൻ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 കേരളത്തിന് 4 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ് മികച്ച വാർത്താ അവതാരക. മികച്ച ക്രൈം റിപ്പോർട്ടർ വിഭാഗത്തിൽ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനാണ് പുരസ്കാരം. സീനിയർ റിപ്പോർട്ടർ നവമി ദിനേശിനെ മികച്ച എന്റർടൈൻമെന്റ് റിപ്പോർട്ടറായും ക്യാമറമാൻ ശ്യാംലാൽ കേസിനെ മികച്ച ക്യാമറമാനായും തിരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ പാലസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനവും വിതരണവും നടന്നത്. കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മാധ്യമ പ്രവർത്തകരെയാണ് അവാർഡിനായി പരിഗണിച്ചത്. ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദ്യ വ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടത്. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കാസർഗോഡ് കർക്കിടക സംക്രമ ചടങ്ങ് നടന്നത്. മറ്റ് തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനും ആയിട്ടാണ് കുട്ടിത്തെയ്യങ്ങൾ അരങ്ങേറുന്നത്. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്.
നൽക്കത്തായ സമുദായത്തിലെ കുട്ടികളാണ് ഗളിഞ്ചൻ തെയ്യം കെട്ടുന്നത്. എങ്കിലും നമ്മുടെ ഈ കൂലോത്തിൻ്റെ പണ്ട് കാലത്തിലെ ആചാരപരമായിട്ട് മടിയൻ കൂലോത്ത് 3 ദൈവങ്ങളും ആടിക്കുന്നത് ഈ സംക്രമ ദിവസങ്ങളിലാണ്. ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെയും ഏവരുടെയും ദുരിതങ്ങളും ഇതിലൊക്കെ മാറി ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷമാണ് 3 കുട്ടിത്തെയ്യങ്ങളും മടിയൻകൂലം ക്ഷേത്രനടയിൽ എത്തുന്നത്. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിയിച്ചു വെച്ച് വരവേൽക്കും. തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുകൾ വെക്കും. തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗം ഇല്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് ആടിമാസ തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. അപ്പോൾ കുട്ടിത്തെയ്യങ്ങളുടെ കാഴ്ചകളോടെ നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.